ബലം ധാരി ചൊരുങ്ങുകയാതിശീഘ്രം. ഉന്നതനാം യാഹവേ സ്തുതികളിൽ വസിപ്പോനെ ചേർന്നു നാം പുകഴ്ത്തിയിടാം. ഉന്നതനാം യാഹവേ സ്തുതികളിൽ വസിപ്പോനെ ചേർന്നു നാം പുകഴ്ത്തിയിടാം. ദൈവജനമേ ഉണർന്നു നിൻ ബലം ധാരി ചൊരുങ്ങുകയാതിശീഘ്രം. ദൈവജനമേ ഉണർന്നു നിൻ ബലം ധാരി ചൊരുങ്ങുകയാതിശീഘ്രം. കാലിത്തൊഴുത്തിൽ പിറന്നവൻ നമുക്കായി കൂടലെ സഞ്ചരിച്ചു. കുരിശിന്മേൽ നമുക്കായി മരിച്ചവൻ ഉയർത്തതാൽ എന്നേക്കും ജയം നമുക്ക്. കുരിശിന്മേൽ നമുക്കായി മരിച്ചവൻ ഉയർത്തതാൽ എന്നേക്കും ജയം നമുക്ക്. ദൈവജനമേ ഉണർന്നു നിൻ ബലം ധാരി ചൊരുങ്ങുകയാതിശീഘ്രം. അവനത്രേ നമ്മെ സൃഷ്ടിച്ച ദൈവം, നാം അവൻ ജനവുമത്രേ. വിശുദ്ധിയിൽ ഭയങ്കരൻ സ്തുതികളിലുന്നതൻ നമ്മുടെ ദൈവം തന്നെ. വിശുദ്ധിയിൽ ഭയങ്കരൻ സ്തുതികളിലുന്നതൻ നമ്മുടെ ദൈവം തന്നെ. ദൈവജനമേ ഉണർന്നു നിൻ ബലം ധാരി ചൊരുങ്ങുകയാതിശീഘ്രം. ദൈവജനമേ ഉണർന്നു നിൻ ബലം ധാരി ചൊരുങ്ങുകയാതിശീഘ്രം. ഉണർന്നിരിക്ക നീനയാ നേരം മേഘത്തിൽ വിളി കേൾക്കാം. ഉണരാത്തവരും ലോകക്കാരേവരും കൈവിടപ്പെടുമെന്ന. ഉണരാത്തവരും ലോകക്കാരേവരും കൈവിടപ്പെടുമന്യം. ദൈവജനമേ ഉണർന്നു നിൻ ബലം ധാരി ചൊരുങ്ങുകയാതിശീഘ്രം. ദൈവജനമേ ഉണർന്നു നിൻ ബലം ധാരി ചൊരുങ്ങുകയാതിശീഘ്രം. ശീഘ്രം വരുവോ എന്നുര ചെയ്തവൻ പോയപ്പോൾ വീണ്ടും വരും. അത് വിളക്കുകളെടുക്ക എണ്ണ നിറയ്ക്ക ദീപങ്ങളും തെളിക്ക. അത് വിളക്കുകളെടുക്ക എണ്ണ നിറയ്ക്ക ദീപങ്ങളും തെളിക്ക. ദൈവജനമേ ഉണർന്നു നിൻ ബലം ധാരി ചൊരുങ്ങുകയാതിശീഘ്രം. ദൈവജനമേ ഉണർന്നു നിൻ ബലം ധാരി ചൊരുങ്ങുകയാതിശീഘ്രം. ഉന്നതനാം യാഹവേ സ്തുതികളിൽ വസിപ്പോനെ ചേർന്നു നാം പുകഴ്ത്തിയിടാം. ഉന്നതനാം യാഹവേ സ്തുതികളിൽ വസിപ്പോനെ ചേർന്നു നാം പുകഴ്ത്തിയിടാം. ദൈവജനമേ ഉണർന്നു നിൻ ബലം ധാരി ചൊരുങ്ങുകയാതിശീഘ്രം. ദൈവജനമേ ഉണർന്നു നിൻ ബലം ധാരി ചൊരുങ്ങുകയാതിശീഘ്രം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഉണർന്നിരിക്കാം, നിനയാ നേരം മേഘത്തിൽ വിളി കേൾക്കാം. നമ്മുടെ പ്രത്യാശ ഇതല്ലയോ? ഹല്ലേലൂയ.
നമ്മുടെ പ്രത്യാശ ഇതല്ലയോ? ഹല്ലേലൂയ. ആമേൻ. റൈറ്റ്. ദൈവജനത്തോടാണ് ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ പ്രത്യാശ എന്താണ്? ഉണർന്നിരിക്കാം, നനയാത്ത നേരത്തിൽ മേഘത്തിൽ വിളി കേൾക്കാം. നമ്മുടെ കർത്താവിന്റേത്. നാം അത് പ്രതീക്ഷയോടെ ഇരിക്കുകയാണോ, അതോ ഉറങ്ങിയിരിക്കുകയാണോ? അക്ഷരിക ഉറക്കത്തെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. ആത്മാവിൽ തളർന്നിരിക്കുകയാണോ? ദേഹിയിൽ ക്ഷീണിച്ചിരിക്കുകയാണോ? ഉണർന്നിരിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, ഹല്ലേലൂയ, കർത്താവിൽ പ്രിയം വെച്ച സകല വിശുദ്ധന്മാരോടും കൂടെ ചേർന്ന് ഞാൻ എന്റെ കർത്താവിനെ കാണുന്ന ദിവസം ആസന്നമായി. അഥവാ നമ്മുടെ കർത്താവ് മേഘപ്രത്യക്ഷത നമ്മൾ അഥവാ കണ്ടില്ലെങ്കിൽ, നമ്മളുടെ മരണം വഴിയായി കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധി ചെന്നു ചേരും. Are we ready to meet our Savior Jesus Christ? നമ്മുടെ കർത്താവിനെ എതിരേൽക്കാൻ നമ്മൾ ഒരുക്കമുള്ളവരാണോ? നേരം മേഘത്തിൽ വിളി കേൾക്കാം. നേരം മേഘത്തിൽ വിളി കേൾക്കാം. ഉണരാത്തവരും ലോകക്കാരേവരും കൈവിടപ്പെടുമന്ത്യം. ഉണരാത്തവരും ലോകക്കാരേവരും കൈവിടപ്പെടുമന്ത്യം. ദൈവജനമേ, ഉണർന്നു നിൻ ബലം ധാരി ചൊരുങ്ങുകയാതിശീഘ്രം. ദൈവജനമേ, ഉണർന്നു നിൻ ബലം ധാരി ചൊരുങ്ങുക അതിശീഘ്രം. ബലം ധരിച്ച് ഉണർന്ന് കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി നിൽക്കാം. ബോസ്റ്റൺ പ്രയർ ലൈനിലുള്ള എല്ലാ ദൈവജനവുമേ, എന്നെ കേൾക്കുന്ന സകല ദൈവജനവുമായുള്ളവരെ, are we ready? Are you ready for out to meet our Savior Lord Jesus Christ? Hallelujah. നമുക്ക് can we shout hallelujah? നമ്മുടെ കർത്താവ് ജീവിക്കുന്നു എന്ന് പറയുവാൻ കഴിയുമോ? എന്നോട് ചേർന്ന് യേശു ജീവിക്കുന്നു, നമ്മുടെ യേശു സൗഖ്യമാക്കുന്നു. എന്നോട് ചേർന്ന് പറയൂ. നിങ്ങൾ എന്നോട് ചേർന്ന് അങ്ങനെ പറയുമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്മേൽ ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കും. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ശക്തി എല്ലാ ജീവിതങ്ങളിലേക്കും വ്യക്തികളിലേക്കും ഒഴുകിയെത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം ജീവിതങ്ങളുടെ മേൽ ഉണ്ടാക്കുമാറാകട്ടെ. അതിപ്പോൾ തന്നെ സംഭവിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കാൻ കഴിയും അല്പസമയം. കർത്താവേ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് ഉന്നതൻ, അങ്ങ് ഉയർന്നവൻ. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ, അങ്ങയുടെ രക്തത്താലും വചനത്താലും എനിക്ക് സൗഖ്യമുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്. എല്ലാ ഉറക്കങ്ങളിൽ നിന്ന് ക്ഷേണങ്ങളും കർത്താവിനെ വിടുവിക്കുവാനാകണമേ. കർത്താവേ, അങ്ങയ്ക്കായി എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, എന്റെ ദുരിതങ്ങൾ, എന്റെ പ്രശ്നങ്ങൾ, എന്റെ ബുദ്ധിമുട്ടുകൾ, എന്റെ കണ്ണുനീർ, എന്റെ രോഗം, എന്റെ ക്ഷീണം, എല്ലാത്തിന്മേലും എന്റെ കർത്താവിന്റെ ശക്തി അയച്ച് ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ സൗഖ്യം ഞാൻ അനുഭവിക്കട്ടെ എന്ന് നമുക്ക് ഒന്നിച്ചു പറയാം. ഹൃദയത്തിൽ നമ്മുടെ വിശ്വാസം വിളിച്ചു പറയാം. ഓ യേശുവിന്റെ നാമത്തിൽ Hallelujah, hallelujah, glory to God, hallelujah. Thank you, Jesus, thank you, Jesus. Hallelujah. Thank you, Lord, hallelujah. Stop. പാട്ട് ക്ലിയർ അല്ലായിരുന്നു അല്ലേ? പാട്ട് ശരിക്കും പാട്ടാന്നുള്ളത്
കേൾക്കായിരുന്നു. പക്ഷെ പാട്ട് പാടുന്നുണ്ടായിരുന്നു. പക്ഷെ ഏത് പാട്ടാണെന്നുള്ളത് സോറി ഫോർ ദാറ്റ്. കൊടുക്കുമെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു. താങ്ക്സ് ഫോർ ദ ഫീഡ്ബാക്ക്. അറിയിച്ചതിന് പ്രത്യേകം നന്ദി. ഞാൻ അറിയുന്നില്ലല്ലോ, ഇവിടെ മനോഹരമായി കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഞാനിടയ്ക്ക് പ്രൈസലോട് പറഞ്ഞായിരുന്നു. പക്ഷെ പാടി താങ്ക് യു. അതിൻ്റെ അകത്ത് അതൊരു ടെക്നിക്കൽ ഡിഫിക്കൽറ്റിയാണ്. കാരണം 3 അപ്ലയൻസസ് യൂണിറ്റുകൾ വൈഫൈ കൂടെ മാത്രമാണ് പോകുന്നത്. അത്രയും എടുക്കാനുള്ള ശക്തി നിങ്ങൾക്കില്ലായിരിക്കും. നമുക്കറിയാമല്ലോ, ബോസ്റ്റൺ പ്രയർ ലൈനിന്റെ ലൈനിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ സെൽഫോണിൽ കൂടെയാണ് കയറുന്നത്. മ്യൂസിക് സെൽഫോണിലാണ്, ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സെൽഫോൺ എല്ലാം വൈഫൈയിൽ കൂടെ. അതുകൊണ്ട് എൻ്റെ പവർ അന്നേരം വീക്കാകും. സാറിനെ അങ്ങനെ ചെയ്യാറില്ല. 1 അല്ല 2 ലൈൻ മാത്രമേ വൈഫൈയിൽ വരാറുള്ളൂ. ഇന്ന് 3 ലൈൻ വൈഫൈയിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. സോ ഐ വിൽ ഡു സംതിങ് ഡിഫറൻറ്റ്ലി നെക്സ്റ്റ് ടൈം. ഫോർഗീവ് മീ. ദൈവം നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിയുന്നു. നമുക്ക് ഈ ലോകം ശാശ്വതമല്ല, നമുക്ക് സ്വൈരം തരത്തുമില്ല. നമുക്കറിയാം, ഞാനീ പറയുമ്പോഴും ഞാൻ ആത്മാവിൽ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്, വേദനകളുണ്ട്. അത് ഞാൻ പറയുമ്പോൾ പലർക്കും അത് മനസ്സിലാകും. പക്ഷെ പരിശുദ്ധാത്മാവ് അവരവരുടെ ഹൃദയത്തിൽ. ഇപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ അത് ഓരോ രീതിയിൽ അത് നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ദൈവത്തിന്റെ സന്നിധി നമ്മളെ സമർപ്പിക്കാനും ദൈവഹിതത്തിനായി നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്യുവാൻ കഴിയട്ടെ. ഞാൻ പാടിയത്, ദൈവജനമേ ഉണർന്നു നീ ബലം ധരിച്ചൊരുങ്ങുക അതിശീഘ്രം. ഇതായിരുന്നു ഞാൻ പാടിയ പാട്ട്. അതിന് അവസാനത്തെ സ്റ്റാൻസ നമ്മൾ എടുത്തൊന്ന് പാടി. ഉണർന്നിരിക്കാ നിനയാ നേരം, മേഘത്തിൽ വിളി കേൾക്കാം, ഉണരാത്തവരും ലോകക്കാരേവരും കൈവിടപ്പെടുമന്ത്. ദൈവജനമേ, നാം ഉണർന്നിരിക്കുകയാണോ എന്നായിരുന്നു ദൈവാത്മാവിൽ ഞാൻ അവസാനത്തെ ആരാധനയുടെ അവസാന ഭാഗം സ്റ്റാൻസ വെച്ച് പാടിക്കൊണ്ടിരുന്നത്. സ്തോത്രം. ആ പാട്ട് ഞാൻ ഈ മെസ്സേജ് ഇന്നത്തേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഈ ഗാനമാണ് അതിനോട് ചേർന്ന് പറയുവാൻ ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് തന്നത്. അതുകൊണ്ട് നമുക്ക് ഫോണിന്റെ ആ ബുദ്ധിമുട്ട്, ഫോൺ ലൈനിന്റെ ബുദ്ധിമുട്ട് കർത്താവ് മാറ്റിത്തരും. നമ്മളത് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എങ്കിലും ചിലരെങ്കിലും ഇതിനകത്ത് അവരവരുടെ സ്വന്തം സെൽഫോണിൽ കയറി വരുന്നുണ്ട്. അതോർത്ത് അവരെ വിശേഷാൽ അഭിനന്ദിക്കുന്നു. ഞാനും അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മൾക്കുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് അല്പസമയം ചിന്തിക്കുവാനായിട്ട് പോകുന്ന വചനം, ഞാനൊരു 15 മിനിറ്റ് അധികം എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇനിയും സെൽഫോണിനകത്ത് മാത്രം ചാർജുകൾ വരുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അല്പം കൂടെ സമയം ചുരുക്കി. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടുകൂടെ ഇരുന്നാൽ നമുക്ക് അതൊരു അനുഗ്രഹമായി തീരും. ഓൺലൈനിലുള്ളവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരെ ഓർത്ത് ഞാൻ എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കൊലോഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 18. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു. അത്രയും മതിയാ. അടുത്ത വാക്യം കൂടെ വായിച്ചു, കുഴപ്പമില്ല. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിനും താൻ മുമ്പനാകേണ്ടതിനെ അവൻ ആരംഭവും മരിച്ചവരുടെ ഇരുന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. മതിയാകും. താങ്ക് യു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വായിച്ചത് അവൻ സഭ എന്ന ശരീരത്തിന്റെ തല ആകുന്നു. ഇംഗ്ലീഷിൽ പറയുന്നു, ക്രൈസ്റ്റ് ഈസ് ഓൾസോ ദ ഹെഡ് ഓഫ് ദ ചർച്ച് വിച്ച് ഈസ് ഹിസ് ബോഡി. ഇത് നമ്മൾ സാധാരണ വായിച്ചു പോകും. എന്നാൽ ഇതിനകത്ത് കർത്താവ് അനേക കാര്യങ്ങൾ ആ ഒറ്റ വാക്യത്തിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അത്
നമ്മൾ ദൈവത്തിന്റെ സന്നിധി നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ കർത്താവ് നമുക്കത് റിവീൽ ചെയ്ത് തരും. വേറൊരു രീതി പറഞ്ഞാൽ സഭ യേശുവിന്റെ ശരീരമാണ് എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ യേശുവിന്റെ ഹൃദയത്തിലുള്ള എല്ലാം തന്നെ ശരീരമാകുന്ന സഭയിൽ വെളിപ്പെടണമല്ലോ. ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്ന് അല്പസമയം ചിന്തിക്കാൻ പോകുന്ന ആ കാര്യം, ഈ വചനത്തിന്റെ വെളിപ്പാട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, ഒരൊറ്റ വാക്യത്തിന്റെ വെളിപ്പാട് നമുക്ക് കിട്ടിയാൽ അത് മതി. ജീവിതകാലം മുഴുവനും ഒരൊറ്റ പ്രസംഗം നമ്മൾ കേട്ടില്ലെങ്കിലും, ഒരൊറ്റ ബോസ്റ്റൺ പ്രയർ ലൈൻ നമുക്ക് ഇനി കിട്ടിയില്ലെങ്കിലും, ഒറ്റ വചനത്തിന്റെ വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളെ വിശ്വാസത്തിലും വിശുദ്ധിയിലും നമ്മളെ ബലപ്പെടുത്തി ചൈതന്യപ്പെടുത്തി ദൈവത്തിലുള്ള ആശ്രയത്തോടുകൂടെ നമ്മുടെ അന്ത്യശ്വാസം വരെ ദൈവം നമ്മളെ വഴി നടത്തും. എന്നാൽ നമ്മൾ ജീവിക്കുന്നത് ഇന്ന് ദൈവവചനത്തിന്റെ അബൻഡൻസിലാണ്. ധാരാളം ചില രാജ്യങ്ങളിലൊക്കെ ആഹാരവും വസ്ത്രവും പാർപ്പിട സൗകര്യങ്ങളും വാഹന സൗകര്യങ്ങളും അബൻഡൻസ് ആണ്, ലക്ഷറിയിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. അപ്പോൾ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ അബൻഡൻസ് പോയിട്ട് ബേസിക് നീഡ്സ് പോലും ഇല്ലാത്തവരുണ്ട്. ദൈവജനം നമ്മുടെ സന്തോഷം, നമ്മുടെ അബൻഡൻസ് ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കണമെന്നാണ് വചനം പറയുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമുക്ക് വചനം ധാരാളം നമ്മൾ കേൾക്കുന്നുണ്ട്, എന്നാൽ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കുന്നില്ല. ഈ നാളുകളിൽ ജനങ്ങൾക്ക് ജീവിതത്തിൽ വിടുതൽ സംഭവിക്കേണ്ട വചനങ്ങൾ പ്രസംഗിക്കപ്പെടുകയോ പഠിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുള്ളൂ. ഉള്ളൊരു ആത്മീയ ഒരു poverty, spiritual poverty, spiritual barrenness, spiritual, അതായത് വചനത്തിന്റെ വെളിപ്പാട് ലഭിക്കാതെ മനുഷ്യർ എത്ര പ്രസംഗങ്ങൾ കേട്ടാലും, എന്ന് പറഞ്ഞാൽ ബോസ്റ്റൺ പ്രയറിലെ പ്രസംഗങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. വിശേഷിച്ചും സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം പ്രസംഗങ്ങളുണ്ട്. എത്രയോ കോൺഫറൻസുകൾ നടക്കുന്നു, യോഗങ്ങൾ നടക്കുന്നു. പക്ഷേ ജനങ്ങൾക്ക് വിടുതലുകൾ സംഭവിക്കുന്നില്ല, ജനങ്ങൾക്ക് രൂപാന്തരം സംഭവിക്കുന്നില്ല, ജനങ്ങൾക്ക് അനുതാപം സംഭവിക്കുന്നില്ല, ജനം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവരുടെ ജീവിതത്തെ സമർപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, വലിയ യോഗങ്ങൾ, കൊച്ചി യോഗങ്ങൾ, ഓൺലൈൻ യോഗങ്ങൾ, സൂം യോഗങ്ങൾ, കോൺഫറൻസുകൾ തീം വെച്ചുള്ളത് ഭയങ്കര ബുദ്ധിപരമായി ഒക്കെ വളരെ ലോജിക്കായി പ്രസന്റ് ചെയ്യുന്ന സബ്ജക്റ്റുകളൊക്കെ യോഗങ്ങളിൽ നടക്കാറുണ്ട്. പക്ഷെ ജനങ്ങളിൽ വിടുതലുകൾ സംഭവിക്കുന്നില്ല. ഇത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ ഞാൻ ഭാരപ്പെട്ടിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഞാൻ മുഖവര പറഞ്ഞ അധിക കാര്യങ്ങൾക്ക് അറിയുന്നില്ല. ഈ വചനം പറയുമ്പോൾ തന്നെ അനേകർ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. നിങ്ങൾ താഴ്മയോടെ വിശ്വാസത്തോടുകൂടെ ഈ വചനം ഒന്ന് കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. ഇനി ഒരൊറ്റ പ്രസംഗം കേട്ടില്ലെങ്കിൽ പോലും ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ ഒരു ടാബ്ലറ്റ് എടുക്കുന്നത് പോലെ കാത്തു സൂക്ഷിച്ച്, കർത്താവ് ഈ വചനത്തിന്റെ വെളിപ്പാട് എനിക്ക് നൽകി തരണമേ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ആ വെളിപ്പാട് നൽകി തരും. ഈ വെളിപ്പാടെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത്, നമ്മുടെ ചിന്താ മണ്ഡലങ്ങളിലൊക്കെ അകത്ത് നമ്മളെ അത് സ്വാധീനിക്കുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. കർത്താവിന്റെ എക്സ്പെക്ടേഷനുള്ള വിശുദ്ധിയുടെ ലെവൽ പരിശുദ്ധാത്മാവ് വഴി നടത്തും. ഞാൻ കഴിഞ്ഞൊരു ദിവസം വെള്ളക്കാരനെ, 70 ചില്ലാനും വയസ്സുള്ള വെള്ളക്കാരനാണ് ഡേവിഡ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു സുവിശേഷകനാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ജിമ്മിൽ വെച്ച് തന്നെ കണ്ടുമുട്ടിയത്. അദ്ദേഹം എന്നെ അഭിനന്ദിച്ചു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു, എബ്രഹാം, എനിക്ക് ഈ 70 ചില്ലാനം വയസ്സിലും എനിക്ക് പല പല പിശാചിന്റെ പരീക്ഷകളും പ്രലോഭനങ്ങളും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ജയിക്കാൻ ഞാൻ വളരെ ബുദ്ധിമുട്ടുകയാണ്.
എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു എക്സ് സർവീസ്മാനാണ്, മിലിറ്ററി എക്സ് സർവീസ്മാനാണ്. ഒരു 78-80 വയസ്സെങ്കിലും കാണും. എങ്കിലും ഇച്ചിരി ക്ഷീണിച്ചാലും ഇച്ചിരി പ്രയാസം പതുക്കിയാലും വടിയലാണ് നടക്കുന്നതെങ്കിലും അദ്ദേഹം ജിം ചെയ്യാനായിട്ട് വരുന്നുണ്ട്, ശരീരത്തിന് എക്സസൈസ് ചെയ്യാൻ വരുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ 10-15 മിനിറ്റ് വരെ സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഡേവിഡ്, ഞാൻ പറയട്ടെ, നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മുടെ ക്രിസ്ത്യ ജീവിതം ചെയ്യുന്നത്, മറിച്ച് പരിശുദ്ധാത്മാവിൽ നമ്മൾ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവേ അങ്ങനെ ശക്തീകരിക്കണമേ, അങ്ങനെ ബലപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ വാക്കുകൾ കൊണ്ട് പറയുന്ന സമർപ്പണമല്ല, ജീവിതം കൊണ്ട്, മനോഭാവം കൊണ്ട്, ചിന്തകൾ കൊണ്ട് നമ്മുടെ സർവസ്വമായി കർത്താവേ, എന്നെ കൊണ്ട് കഴിയില്ല, ഈ വിശ്വാസ ജീവിതം എന്റെ ബുദ്ധി കൊണ്ട്, ഒരു ക്രിസ്ത്യ ജീവിതം എന്റെ ബുദ്ധി കൊണ്ട് കഴിയില്ല, അങ്ങ് എന്നിൽ വസിക്കണമേ, ഞാൻ അങ്ങയ്ക്കായി സെൽ ഔട്ട് ചെയ്യുന്നു. ചില കണ്ടിട്ടില്ല, ചില വീടുകൾ വിറ്റ് കഴിഞ്ഞു, സോൾഡ് ഔട്ട്, പിന്നെ അതിൽ വേറൊരാൾക്ക് പ്രവേശനമില്ല. വീടുകളുടെ ഫ്രണ്ടിൽ എഴുതി സോൾഡ് ഔട്ട്, പിന്നെ ആരും അത് വാങ്ങിക്കാൻ ആരും അതിന്റെ പുറകെ വിളിക്കത്തില്ല, റിയൽറ്ററിനെ വിളിക്കത്തില്ല എന്നത് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം കർത്താവിനായിട്ട് സോൾഡ് ഔട്ട് ആണോ? കർത്താവിനായി നമ്മളെ വിറ്റ് കഴിഞ്ഞതാണോ? കർത്താവിന്റെ യേശുവിന്റെ രക്തത്താലും വചനത്താലും നമ്മളെ വിടുതൽ പ്രാപിച്ചിട്ടുണ്ടോ? സമർപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ ടേക്ക് ഓവർ ചെയ്യുമെന്ന് ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ആ പിതാവിനോട് പറഞ്ഞു. തനിക്ക് വളരെ സന്തോഷമായി. അതാണ് എന്റെ രഹസ്യം എന്ന് പറയുന്നത്. ഞാൻ വചനത്തിലേക്ക് വരട്ടെ. സഭ, നമ്മുടെ കുറിവാക്യം ഇതാണ്, കൊലോസ്യർ 1:18. ശ്രദ്ധിക്കൂ, കൊലോസ്യർ 1:18. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആ വചനം എടുത്തൊന്ന് വായിച്ചു നോക്കൂ. ദൈവം ചില കാര്യങ്ങൾ, 4 കാര്യം ഞാൻ അതിവേഗം നിങ്ങളോട് പറയാം, അതിവേഗം പറയാം, അധികം വലിച്ചൊന്നും നീട്ടത്തില്ല, വളരെ ചുരുക്കമായി. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു വിടുതലായിരിക്കും, സൗഖ്യമായിരിക്കും, ഉറപ്പിച്ച് ഞാൻ പറയാം. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 1:18 വാക്യം, അവൻ സഭ എന്ന ശരീരത്തിന്റെ തല ആകുന്നു. അതാണ് വായിച്ചത്. ക്രൈസ്റ്റ് ഈസ് ഓൾസോ ദ ഹെഡ് ഓഫ് ദ ചർച്ച് വിച്ച് ഈസ് ഹിസ് ബോഡി. സഭ എന്ന് പറയുന്നത് യേശുവിന്റെ ശരീരമാണ്. സഭ യേശുവിന്റെ ശരീരമാണ് തിരുവചനം പറയുന്നു. അപ്പോൾ യേശുവിന്റെ ഹൃദയത്തിലുള്ള എല്ലാം തന്നെ കർത്താവിന്റെ ശരീരമാകുന്ന സഭയിൽ വെളിപ്പെടണമല്ലോ. അങ്ങനെ വെക്കുമ്പോൾ ഇന്നത്തെ ആത്മീയ കുടുംബങ്ങളിലും ഇന്നത്തെ സഭകളിലും അത് വെളിപ്പെടുന്നുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ചോദിക്കും. പലപ്പോഴും പ്രയാസങ്ങളും ദുഃഖങ്ങളും അസ്വസ്ഥകളും കണ്ണുനീരുകളുമായി പലപ്പോഴും ആരാധനയിൽ നിന്ന് മടങ്ങേണ്ടി വന്ന് കണ്ടിട്ടുണ്ടോ? കോൺഫറൻസുകളും യോഗങ്ങളൊക്കെ കഴിഞ്ഞ് പ്രയാസത്തിലും നിരാശയിലും വരുന്ന കണ്ടിട്ടുണ്ടോ? എന്തെന്ന് ചോദിച്ചാൽ യേശുവിന്റെ ഹൃദയം സഭയ്ക്കകത്തേക്ക് ഒഴുകിയെത്താൻ കഴിയുന്നില്ല. കാരണം അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, ക്രിസ്തുയേശുവിലുള്ള ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഫിലിപ്പിയ ലേഖനം 2:5-9 വരെ വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2:5-9 വരെ. യേശു കർത്താവിന്റെ മനോഭാവമാണ് ആ യേശു കർത്താവിന്റെ സഭയുടെ തല ആകുന്ന യേശു കർത്താവിനുള്ളത്. അത് തന്റെ ശരീരത്തിലേക്ക് ഒഴുകി ഇറങ്ങണമെന്ന്, യേശുവിന്റെ ശരീരമാകുന്ന സഭയിലേക്ക് ഒഴുകി ഇറങ്ങണമെന്ന് ദൈവത്തിന് താല്പര്യമുണ്ട്. നമ്മുടെ ജീവിതമോ സഭയുടെ പ്രതീക്ഷകളോ എന്തൊക്കെയാണ്? ഈ വാക്യങ്ങളൊന്ന് വായിച്ചുകൊള്ളൂ. ഫിലിപ്പിയർ 2:5-9 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിലുള്ള പാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തിലുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാധത്തിലായി താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. യേശു കർത്താവ് മാനവജാതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി തന്നെത്താൻ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് അവതരിച്ച് കഷ്ടപ്പാടുകളും സുവിശേഷമൊക്കെ വിളിച്ചു പറഞ്ഞ് രക്ഷാപദ്ധതികൾ പറഞ്ഞതിനു ശേഷം താൻ ക്രൂശിലെ മരണത്തോളം താൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചു. അത്രത്തോളം താൻ സമർപ്പിച്ചത് കൊണ്ട് പിതാവായ ദൈവം തന്നെ അത്രത്തോളം ഉയർത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്രിസ്തുയേശുവിനുള്ള ഭാവം ശരീരത്തിനകത്ത് വരയണമെന്നാണ്. താഴ്മ എന്ന് പറയുന്ന
ആ മനോഭാവം ദൈവസഭയ്ക്കകത്തുണ്ടാകണം. താഴ്മ. ഓരോരുത്തരും ചിന്തിക്കേണ്ടത് മറ്റുള്ളവർ എന്നെക്കാളിൽ ഉന്നതവൻ, ഉയർന്നവൻ, ബഹുമാനിക്കേണ്ടവൻ, ബഹുമാനം കൊടുക്കേണ്ടവൻ. ഇതായിരിക്കണം ദൈവസഭയ്ക്കകത്ത് ഒഴുകേണ്ടിയ സ്വഭാവം. ഒരു നദി പോലെ നമ്മുടെ സഭകളിൽ അത് ഒഴുകണം. പലപ്പോഴും പരിശുദ്ധാത്മാവ് ഒരു നദി പോലെ ഒഴുകാൻ തടസ്സമായിരിക്കുന്നില്ലേ? ഇത് നമ്മൾ ആത്മാവിൽ മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ ചില നാളുകൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് യേശു കർത്താവിന്റെ ശരീരമാകുന്ന ലൈവ് ചർച്ച് ഇപ്പോൾ ഉണ്ട്. ഇന്നത്തെ സംഘടനകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇന്നത്തെ ഒരു സംഘടനകളെ കുറിച്ചല്ല. അതെല്ലാം സംഘടനകളാണ്, അതെല്ലാം ഓർഗനൈസേഷൻസ് ആണ്. ഇതിനകത്ത് കർത്താവിനെ നോക്കി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുണ്ട്. പക്ഷെ എല്ലാവരും അല്ല എന്ന് നമ്മൾ ഓർത്തിരുന്നോണം. ഈ വചനം പ്രമാണിക്കുന്ന വിശുദ്ധന്മാര് ഈ സംഘടനകളിൽ ഉണ്ടാകാം. പക്ഷെ സംഘടനകളെല്ലാം ദൈവസഭയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് പല പേരുകൾ നമ്മൾ പോകുന്ന സഭകൾക്കിട. ഞങ്ങളാണ് ആദ്യം തുടങ്ങിയ സഭ, നിങ്ങൾ രണ്ടാമത്തേതാണ്, ഞങ്ങൾ പൂർവികരാണ്, ഞങ്ങളാണ് സിറിയന്, ഞങ്ങളാണ് സീറോ, ഞങ്ങളാണ് കുക്ക് സാഹിബിന്റേത്. ഇങ്ങനൊക്കെ പറഞ്ഞ് നമുക്ക് ഒത്തിരി ക്ലെയിം ചെയ്യാം. പക്ഷെ കർത്താവിന്റെ സഭ എന്ന് പറയുന്നത് യേശുവിന്റെ രക്തത്താലും വചനത്താലും വീണ്ടെടുപ്പ് പ്രാപിച്ച് യേശുവിന്റെ മനോഭാവം, യേശുവിന്റെ ചിന്തകൾ, സംസാരങ്ങൾ തറയിൽ നിന്നും ശരീരത്തിലേക്ക് ഒഴുകിയെത്തുന്നത് പോലെ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം, ഒന്നുകൂടെ ഞാൻ ലളിതമായ ഭാഷയിൽ പറയാം. നമ്മുടെ കൈകാലുകൾ തമ്മിൽ വഴക്കുണ്ടാക്കാറുണ്ടോ? ഒരു കൈ മറ്റേ കൈയെ കുത്തി മുറിവേൽപ്പിക്കാറുണ്ടോ? വലത്തെ കൈ ഒരു പിച്ചാത്തി എടുത്തതിന് ശേഷം എനിക്ക് ഇടത്തെ കയ്യെ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, അതിനെ കുത്തുമോ, അതിനെ മുറിക്കുമോ, കാലിനെ ചവിട്ടുമോ, കാലിനെ ആന്തിപ്പറിക്കുമോ? അവയവങ്ങൾ തമ്മിൽ ആരെങ്കിലും അവരവരുടെ അവയവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുമോ? ഇല്ല. അതുപോലെ തന്നെയാണ്. കാരണം നമ്മുടെ തലയാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആക്സിലേറ്റർ അല്ലെ ബ്രേക്ക് പിടിക്കുന്നത് കാലാണ്, ക്ലച്ച് പിടിക്കുന്നത് കാലാണ്, പക്ഷെ സ്റ്റിയറിംഗ് പിടിക്കുന്ന കൈയാണ്. ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കാറുണ്ടോ? ആരാണ്, കൈയാണോ വലുത്, കാലാണോ വലുത്? കാലിനെ അഭിനന്ദിച്ചില്ല, കാലിന് ഒരു ആദരവ് കൊടുത്തില്ല, കാലെപ്പോഴും താഴെയാണ്. കാലിന് ബഹുമാനം കൊടുത്തില്ലെന്ന് പറഞ്ഞ് കാല് പണിമുടക്കുന്നുണ്ടോ? ഇല്ല. കാരണം അതെല്ലാം ഒരു രക്തചംക്രമണത്തിന് കീഴടങ്ങിയിരിക്കുക. അതിനു ബഹുമാനം വേണ്ട, കൈകാലുകൾക്ക് ആദരവ് വേണ്ട, അതിന് ബഹുമാനം വേണ്ട, അതിന് ജീവൻ മതി. ഏത് ജീവൻ? തലയിൽ കൂടെ ഒഴുകുന്ന ആ ഒരു മനുഷ്യന്റെ ഒരു തലയിൽ കൂടെ ഒഴുകുന്ന ആ രക്തം, ആ മനസ്സ്, അത് മതി. നമ്മുടെ അവയവങ്ങൾ ചലിച്ചുകൊള്ളും, നമ്മുടെ അവയവങ്ങൾ പ്രവർത്തിച്ചുകൊള്ളും. നമ്മുടെ ഹാർട്ടിൽ നിന്നും രക്തം കൈകാലുകളിലേക്ക് ഒഴുകുന്നില്ല എങ്കിൽ അത് നിശ്ചലമാകും. ഡോക്ടേഴ്സ് അത് മുറിച്ചു കളയും. എന്നതുപോലെ തന്നെ സഭയുടെ തല യേശു കർത്താവാണ്. അങ്ങനെയെങ്കിൽ യേശു കർത്താവിന്റെ മനസ്സിലുള്ളത്, ചിന്തയിലുള്ളത്, താല്പര്യങ്ങളിലുള്ളത് ദൈവസഭയിലേക്ക്, ശരീരത്തിലേക്ക് ഒഴുകിയിറങ്ങിയിരിക്കണം. ഇല്ലെങ്കിൽ ആ സഭയിൽ ഉള്ളതല്ല. ഏത്? ക്രിസ്തുവിന്റെ സഭയിൽ ഉള്ളതല്ല. നാം ഓർക്കണം, ഈ വചനം കേൾക്കുമ്പോൾ, കർത്താവേ, ഞാൻ യേശുവിന്റെ ശരീരമാകുന്ന സഭയിലുള്ളതാണോ? നിങ്ങളൊരു സംഘടനയിലുണ്ടോ ഇല്ലോ എന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ലോകത്തിന്റെ എല്ലാ വൻകരകളിലും യേശുവിനെ സ്നേഹിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ടെന്നുള്ളത് പിതാവായ ദൈവത്തിനറിയാം, പരിശുദ്ധാത്മാവിനറിയാം. അവർ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അവരോട് ആരും പറയേണ്ട ദൈവത്തെ സ്തുതിക്കണമെന്ന്, പ്രാർത്ഥിക്കണമെന്ന് അവരോട് ആരും പറയണ്ട, വിശുദ്ധ ജീവിതം ചെയ്യണമെന്ന് അവരോട് ആരും പറയണ്ട. കാരണം യേശുവുമായിട്ടുള്ള ബന്ധം വന്നു. യേശുവിന്റെ തലയിലെ ആ ഹിതം അറിഞ്ഞ് ജീവിക്കുന്ന, ആ മനോഭാവം അറിഞ്ഞ് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. യേശുവിന്റെ മനസ്സിലുള്ള, തലയിലുള്ള ആ ആഗ്രഹങ്ങൾ സഭയാകുന്ന, ആ ശരീരമാകുന്ന സഭയിലേക്ക് ഒഴുകിയിറങ്ങുവാൻ
പരിശുദ്ധാത്മാവ് താല്പര്യപ്പെടുന്നു. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ക്രിസ്തുവേശുള്ള ഭാവം ദൈവസഭയ്ക്കകത്ത് വേണം. ഏത് ദൈവസഭ? ലോകം മുഴുവൻ ഇങ്ങനെ കിടക്കുന്ന, ലൈവായി കിടക്കുന്ന ആ സഭയ്ക്കകത്ത് ക്രിസ്തുവേശുള്ള ഭാവം ഉണ്ട്. എന്നാൽ നാം പോകുന്ന സഭയ്ക്കകത്ത് ക്രിസ്തുവേശുള്ള ഭാവം ഇല്ലെങ്കിൽ അതിനുള്ള ഒന്നാമത്തെ എക്സാമ്പിൾ ഞാനായിരിക്കണം, നാം ആയിരിക്കണം. ക്രിസ്തുവേശുള്ള ഭാവത്തിന് നിങ്ങൾ വചനം പ്രസംഗിക്കുന്നവരാണെങ്കിൽ, പറയുന്നവനാണെങ്കിൽ, സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങൾ പ്രസംഗിക്കുന്ന പാസ്റ്റേഴ്സ് ആണെങ്കിൽ, ഉപദേഷ്ടകന്മാരാണെങ്കിൽ, അപ്പോസ്തലന്മാരാണെങ്കിൽ, സുവിശേഷകനാണെങ്കിൽ, ദൈവജനത്തോട് പറയണം. ആദ്യം ഒന്ന് പ്രസംഗിച്ചില്ലേലും വേണ്ടില്ല, പറയണം, ക്രിസ്തുവേശുള്ള ഭാവമില്ല എങ്കിൽ നാം യേശുവിന്റെ തലയുമായി യോജിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ മാനസാന്തരപ്പെടണം. കർത്താവിന്റെ രണ്ടാം വരവിൽ നമ്മൾ കാണപ്പെടത്തില്ല, നഷ്ടപ്പെട്ടു പോകുമെന്ന്. സുവിശേഷ വേലക്കാരെ, പ്രസംഗിക്കുന്നവരെ, ഉപദേഷ്ടകന്മാരെ, അച്ഛന്മാരെ, ബിഷപ്പുമാരെ, പോപ്പന്മാരെ, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഈ ജനത്തോട് ആര് പറയും? ഹല്ലേലൂയ. ഇനി ക്രിസ്തുവേശുവിന്റെ ഭാവം എന്തുവാ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ക്രിസ്തുവേശുള്ള ഭാവം എന്ന് പറയുന്നത് മനസ്സലിവുള്ള, മറ്റുള്ളവർ വേദനിക്കുമ്പോൾ അവരുടെ വേദന കണ്ടറിഞ്ഞു മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതാണ്. ദൈവിക സന്തോഷമുണ്ട് അതിനകത്ത്. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ആവേശമുണ്ട്, ദയയുണ്ട്, താഴ്മയുണ്ട്, വിനയമുണ്ട്. ഇതൊക്കെ യേശു കർത്താവിന്റെ മനസ്സിലുള്ള സ്വഭാവങ്ങളാണ്. ദൈവസഭയ്ക്കകത്തും അത് നിറഞ്ഞ ഒഴുകണം. അത് ഒഴുകാത്ത സഭയാണോ? ഒഴുകാത്ത കുടുംബമാണോ? ദൈവസഭയ്ക്ക് പുറത്താണ്. സംഘടനയ്ക്കകത്ത് കാണും, പക്ഷെ ദൈവത്തിന്റെ സഭയ്ക്ക് പുറത്താണ്. അത് മടങ്ങി വന്ന് ക്രിസ്തുവേശുള്ള ഭാവം ധരിച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. അത് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ബോസ്റ്റൺ പ്രേരണയിൽ ഈ വചനം ശക്തമായി വിളിച്ചു പറയുന്നത്. രണ്ടാമത്തെ കാര്യം, അത് ഞാൻ പറഞ്ഞ യേശുക്രിസ്തുവിനുള്ള ഭാവം, യേശുക്രിസ്തുവിന്റെ സഭ ആകുന്ന ഈ ശരീരമാകുന്ന ഈ സഭയിലേക്ക് ഒഴുകിയിറങ്ങണം. അത് അങ്ങനെയാണ് നമ്മുടെ ശരീരം ബലപ്പെട്ടു നിൽക്കുന്നത് പോലെ യേശുവിന്റെ സഭ ബലപ്പെട്ടു നിൽക്കുന്നത് ക്രിസ്തുവേശുവിന്റെ ഭാവം കൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, കർത്താവിന്റെ വിശുദ്ധ ജീവിതം നമ്മൾ കാത്തു സൂക്ഷിക്കണം. യേശു കർത്താവ് പറയുന്നു, ഞാൻ വിശുദ്ധനാകുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവീ എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമാണ്. അത് ക്രിസ്തുവിന്റെ സഭയ്ക്കകത്തുനിന്ന് ഉണ്ടാകണം. ഞാൻ വിശുദ്ധനാകുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീരെന്ന് പറയുന്നു. കൊലോസി ലേഖനം 1:21-22 ഒന്ന് വായിക്കാമോ? കൊലോഷ്യൻസ് chapter 1 verse 21 and 22. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. മതിയാകും. നോക്കിക്കേ, നമ്മളെ നിഷ്കളങ്ക മക്കളാക്കി തീർക്കുവാൻ മുമ്പ് നമ്മൾ ദുഷ്പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നവരാണ്. അങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നു. എന്നാൽ നമ്മളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. നാം വിശുദ്ധ ജീവിതം ചെയ്യണമെന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നു. ദൈവസഭയിലുള്ളവർ, യേശുവിനായി ജീവിക്കുന്നവർ വിശുദ്ധ ജീവിതം ചെയ്യണമെന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കണ്ണുകൊണ്ടാകട്ടെ, നമ്മുടെ നാക്കുകൊണ്ടാകട്ടെ, നമ്മുടെ ചെവി കൊണ്ടാകട്ടെ, നമ്മുടെ അവയവങ്ങൾ കൊണ്ടാകട്ടെ, ദൈവത്തിന് ഹിതമില്ലാത്ത കാര്യങ്ങൾ പറയുവാൻ, പ്രവർത്തിക്കുവാൻ, നോക്കുവാൻ, ആസ്വദിക്കുവാൻ, കമ്പനി കൊടുവാൻ കർത്താവ് നമുക്ക് പെർമിഷൻ തന്നിട്ടില്ല. കാരണം കർത്താവ് വസിക്കുന്ന ആലയമാണിത്. ഞാൻ വിശുദ്ധനാകുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. അടുത്ത മൂന്നാമത്തെ കാര്യം, കമ്പാഷൻ ടു ദ ലോസ്റ്റ്. യേശുവില്ലാതെ ജീവിക്കുന്നവരെ കുറിച്ച് നമുക്കൊരു കരുണയുള്ള ഹൃദയം വേണം. കരുണ, കമ്പാഷനേറ്റ് ഹാർട്ട്. Jesus came down and gave himself even up to the cross to win the lost. യേശു കർത്താവ് മരണം വരെ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എന്തിന്? നമ്മളെ രക്ഷിക്കുവാൻ. നമ്മുടെ ചുറ്റുപാടുകളിൽ
നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മൾ പ്രസംഗിക്കുന്ന യോഗങ്ങളിൽ, ഉപദേശിമാരെ, പാസ്റ്റർമാരെ, അച്ഛന്മാരെ, ബിഷപ്പുമാരെ, നാം പ്രസംഗിക്കുന്ന പള്ളികളിൽ, നാം ശുശ്രൂഷിക്കുന്ന പള്ളികളിൽ യേശുവിനെ അറിയാത്തവരുണ്ടെങ്കിൽ അവരെ യേശുവിനെ അറിയുവാൻ അവരോട് സുവിശേഷം നമ്മൾ പ്രസംഗിക്കാറുണ്ടോ? പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ചൊല്ലി തീർക്കാതെ ജനങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന, തമാശ പറയുന്ന, ഇമെയിൽ അവിടെ ഇവിടെ കേട്ട തമാശകൾ പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിച്ച് പ്രാസം പറഞ്ഞ് ജനങ്ങളുടെ കയ്യടി വാങ്ങിക്കുന്നതല്ല പ്രസംഗ ശുശ്രൂഷ. ക്രിസ്തുവേശുള്ള ഭാവത്തിലേക്ക് ജനത്തെ നയിക്കണം പ്രസംഗിക്കുന്നവരും വചനം പഠിപ്പിക്കുന്നവരും. അല്ലെങ്കിൽ നാം കർത്താവിന്റെ ഹിതമുള്ള കാര്യമല്ല ചെയ്യുന്നത്. ക്രിസ്തുവേശുള്ള മനോഭാവമാണത്തിലേക്കാണ് ജനത്തെ നയിക്കേണ്ടത്. യേശു ക്രിസ്തുവിൽ കൂടെ നമുക്കുള്ള വിടുതലാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത്. കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നാമും വിശുദ്ധരായിരിക്കണമെന്ന് പറയുന്ന മദ്യപാനികൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല എന്ന് പറയുമ്പോൾ മദ്യപാനം തെറ്റാണെന്ന് നമ്മൾ കൂടി വരുന്ന സഭകളിൽ പ്രസംഗിക്കണം, പഠിപ്പിക്കണം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതലുള്ള കാര്യങ്ങളിൽ 16 കൂട്ടം ജഡത്തിന്റെ പ്രവൃത്തികൾ പറയുന്നുണ്ട്. ഈ വക പ്രവർത്തിക്കുന്ന സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. അതിലൊന്ന് മദ്യപാനമാണ്. വിദ്വേഷം, പക, കുറ്റം പറച്ചിൽ, ദ്രവ്യാഗ്രഹം, ഇങ്ങനെ തുടങ്ങി 16 കൂട്ടം കാര്യമുണ്ട്. ഈ വക ചെയ്യുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. ഇത് ദൈവസഭയിൽ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ജനങ്ങൾ കൈവിടപ്പെട്ടു പോകും. പിശാചിന്റെ അടിമത്തത്തിൽ കടന്നവർ യേശുവിനായി ജീവിക്കണം. അതിനായി അവരെ സമർപ്പണത്തിലേക്ക് നയിക്കണം. വചനം പ്രസംഗിക്കപ്പെടണം. കമ്പാഷൻ ടു ദ ലോസ്റ്റ്. യേശു ഭൂമിയിൽ വന്നത് പാപികളായിരുന്ന നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ കുറച്ച് കാറും വണ്ടി കെട്ടിടവും പണിത് ഇവിടെ ആർഭാട സുഖജീവിതം ചെയ്യാനല്ല. അത് ദൈവം തരുന്നേ വാങ്ങിച്ചുകൊള്ളൂ. പക്ഷെ അതല്ല ലക്ഷ്യം. ലക്ഷ്യം കർത്താവിന് വേണ്ടി ഒരുങ്ങുക. യേശുവിനെ അറിയാത്തവർ യേശുവിനെ അറിയണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും ഒരു വീഡിയോ കണ്ടു. എനിക്കത് മുഴുവൻ കാണാനുള്ള ബലം കിട്ടിയില്ല. വിശ്വാസത്തിന് വേണ്ടി ഒരു ചെറുപ്പക്കാരൻ, 30-35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, താൻ സുവിശേഷ വിരോധികളാൽ താൻ കല്ലേറ് കൊണ്ട് മരിക്കുന്നു. തന്നോട് ചോദിച്ചു, നീ യേശുവിനെ ഉപേക്ഷിച്ചു പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറയുന്നു. പക്ഷെങ്കിൽ താൻ യേശുവിനെ ഉപേക്ഷിക്കുന്നില്ല. ഒരു 250, 300, 400 ആൾക്കാർ വട്ടം നിന്ന് കല്ലെടുത്തെറിയുകയാണ്. എറിഞ്ഞ് താൻ താഴെ വീഴുകയാണ്. എനിക്കത് കാണാനുള്ള കരുത്തില്ലായിരുന്നു. പക്ഷെ ഞാനത് ഇന്നലെ രാത്രി ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ കല്ലെറിയുന്ന സകലരും, അവിടെ ഇത് കണ്ടുനിന്ന സകലരോടും കർത്താവ് ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവരുടെ കണ്ണ് കുരുടായിരിക്കുകയാണ്. അവരിലേക്ക് യേശുവിന്റെ സ്നേഹം വരണമേ, അവരോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ കൊല്ലപ്പെട്ട സഹോദരന്റെ കുടുംബത്തിന് വേണ്ടി, താൻ പോകുന്ന സഭയ്ക്ക് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവെ, എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നുണ്ട്, ഒരു സ്തേഫാനോസ് ഇതുപോലെ കൊല്ലപ്പെട്ടു. പക്ഷെ തന്റെ സാക്ഷ്യം ഇന്നും ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന ആ സഹോദരൻ യേശുവിനെ തള്ളിപ്പറയാതെ താൻ കല്ലേറിയിട്ട് ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിൽ മരിച്ചു. അവർ കൊടുത്ത വില എന്താണ്? യേശുവിന് വേണ്ടി സ്വന്തം ജീവൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, നാമോ നിസാര വാക്കിന് വിട്ടുകൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളും വിദ്വേഷങ്ങളും പറഞ്ഞു സഭയ്ക്കകത്ത്, സംഘടനയ്ക്കകത്ത് വിദ്വേഷങ്ങൾ വരുമ്പോൾ കർത്താവ് ദുഃഖിക്കുകയാണ്. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, കമ്പാഷൻ. 1 കൊരിന്ത്യർ 9:16 വായിച്ചു. എന്റെ സമയം കഴിഞ്ഞു. ഞാൻ പെട്ടെന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 1 കൊരിന്ത്യർ 9:16. എനിക്ക് സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ വായിച്ചോളൂ. എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അപ്പോസ്തലൻ പൗലോസ് എന്തേലും ജനങ്ങളുടെ ദശാംശമോ ഇൻകമോ
ഓഫറിങ്ങോ ചെക്കോ വാങ്ങിച്ചിട്ടല്ല സുവിശേഷ വേല ചെയ്തത്. എനിക്ക് സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ അത് മനഃപൂർവം ചെയ്താൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവം ഒരു നേട്ടത്തിനു വേണ്ടിയോ ഒരു പ്രയോജനത്തിനു വേണ്ടിയോ ഒരു സാലറി മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയോ ഒരു സാലറി കൂട്ടുന്നതിനു വേണ്ടിയോ ബാങ്കിൽ നിക്ഷേപം കൂട്ടുന്നതിന് വേണ്ടിയോ കൂടുതൽ മണി അല്ലെ ലക്ഷറിക്ക് വേണ്ടിയോ പണത്തിനു വേണ്ടിയോ നാം സുവിശേഷ വേല ചെയ്താൽ അതിന് പ്രതിഫലമില്ല. ദൈവം നമ്മുടെ മനോഭാവങ്ങളെയാണ് നോക്കുന്നത്. നമ്മൾ ചർച്ചിൽ എന്തിനാണ് പോകുന്നത്, എന്തിനാണ് ആരാധിക്കുന്നത്, എന്തിനാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുന്നത്, എന്തിനാണ് ഒപ്പിച്ച് പ്രസംഗിക്കുന്നത്, എന്തിനാണ് ജനങ്ങളെ ചിരിപ്പിക്കുന്നത്, ഇതിന്റെയൊക്കെ ഉദ്ദേശം ആത്മാക്കൾ വിടുവിക്കപ്പെടണമെന്നുള്ളതല്ല എങ്കിൽ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുന്ന് പറഞ്ഞെങ്കിൽ തന്നെയും സുവിശേഷം ചെയ്യുന്നവൻ സുവിശേഷം കൊണ്ട് ജീവിക്കണമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അതേ അധ്യായത്തിൽ മോളി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വേണമെന്ന് താൻ സഭയ്ക്കകത്തെ ക്രമീകരണം പറഞ്ഞു വെച്ചിട്ട് താൻ തന്നെ പറയുന്നത്, എനിക്ക് സുവിശേഷം ഞാൻ അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. കാരണം എങ്ങനെയായാലും നിർബന്ധം എന്റെ മേൽക്കടക്കുന്നു. എനിക്ക് വല്ല പണം കിട്ടുമെന്നോ എനിക്ക് സ്തോത്രാഴ്ച കിട്ടുമെന്നോ എനിക്ക് ഇൻകം കൂട്ടാമെന്നോ എനിക്ക് പൈസ കൂട്ടാമെന്നോ നിക്ഷേപം കൂട്ടാമെന്നോ അല്ല പൗലോസിന്റെ ചിന്ത. എന്റെ നിർബന്ധം സുവിശേഷം എനിക്ക് പ്രസംഗിക്കാതിരിക്കാൻ ഒക്കത്തില്ല. ആ നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് ചിലതെന്തെങ്കിലും ചെയ്യണം. എനിക്ക് ചിലരോട് സുവിശേഷം പറയണം. നശിച്ചു പോകുന്നവരെ കർത്താവിലേക്ക് കൊണ്ടുവരണം. പോഡിയത്തിലെ പ്രസംഗം കൊണ്ട് മാത്രമല്ല, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് നശിച്ചു പോകുന്നവരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ സുവിശേഷം പറയുന്ന ഒരു മനോഭാവം ക്രിസ്തുവിനുള്ളത്. അതുകൊണ്ടാണ് യേശു മനസ്സലിയുള്ളവനായിരുന്നു എന്ന് പറയുന്നത്. 3 കാര്യം പറഞ്ഞു. യേശുവിന്റെ മനോഭാവം, യേശു നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന വിശുദ്ധ ജീവിതം. 3ാമത് നശിച്ചു പോകുന്നവരെ കുറിച്ചുള്ള ഒരു കമ്പാഷനേറ്റ് ഹാർട്ട്. 4ാമത്തെ കാര്യം പറഞ്ഞാൽ നിർത്താൻ എന്റെ സമയം കഴിഞ്ഞു. യൂണിറ്റി. യേശുവിന്റെ സഭയ്ക്കകത്ത് യൂണിറ്റി ഉണ്ടായിരിക്കും, ഐക്യത ഉണ്ടായിരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞു, ഈ തല കൺട്രോൾ ചെയ്യുന്നത് പോലെ നമ്മുടെ അവയവങ്ങളെല്ലാം ഹാർമണൈസ്ഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. കൈയും കാലും ശരീരഭാഗങ്ങളെല്ലാം ഹാർമണൈസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ്? തലയിൽ നിന്നുള്ള കൺട്രോൾ, അതിന് ജീവൻ കൊടുക്കുന്നത് രക്തമാണ്. ഇതുപോലെ തന്നെ സഭയുടെ തല ക്രിസ്തു, യേശു സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു. അങ്ങനെങ്കിൽ തലയ്ക്കകത്തുള്ള കാര്യങ്ങളായിരിക്കും ശരീരത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നത് എന്ത്? നാം പോകുന്ന സഭയ്ക്കകത്തേക്ക് ഒഴുകി ഇറങ്ങുന്നത് എന്ത്? യേശുവിന്റെ മനസ്സാണോ ഒഴുകി ഇറങ്ങുന്നത്? അങ്ങനെങ്കിൽ ജീവിതങ്ങൾ വിടുവിക്കപ്പെടും, അവർ ശക്തി പ്രാപിക്കും, അവർക്ക് ഈ സ്വഭാവ ഗുണം വരും. എന്നാൽ ബഹളമുണ്ടാക്കി കുറ്റം പറഞ്ഞു വിദ്വേഷവും പറഞ്ഞു നടക്കുന്നവർക്ക് അത് കിട്ടത്തില്ല. 4ാമത്തെ കാര്യം പറഞ്ഞ നിർത്തട്ടെ, യൂണിറ്റി. അത് ക്രിസ്തുവിന്റെ മനസ്സിനകത്ത് പിണക്കമില്ല, കുറ്റം പറച്ചിലില്ല, വിഭാഗീയതയില്ല, കോപിക്കലില്ല, വെറുക്കലില്ല. ഇതൊക്കെ പൈശാചികമാണ്. ഇന്നത്തെ സംഘടനകൾ ഇതൊക്കെ പിശാച് കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ദൈവത്തിന്റെ ജനമേ, നമ്മൾ ഇതിനകത്ത് പെട്ടുപോകരുത്. കാരണം നമ്മുടെ ശരീരത്തെ ഒന്ന് നോക്കിയാൽ മതി. ഈ കൈയെ ഹെൽപ്പ് ചെയ്യാത്തത് ഏത് സന്ദർഭമാണ്? ഞാൻ പറയാം. ഈ കൈ മുറിവേറ്റാൽ ഈ കൈ മാറി എന്ന് കുറ്റം പറയുമോ? ഇടത്തെ കൈയെ നിന്നോട് മര്യാദയ്ക്ക് നിൽക്കാൻ ഞാൻ പറഞ്ഞില്ലേ എന്ന് ഈ കൈ പറയുമോ? നീന്റെ കാര്യം നോക്ക്, എന്നെ കൊണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ മനസ്സില്ല എന്നീ കൈ എപ്പോ പറയും? പറയുന്നൊരു സന്ദർഭമുണ്ട്.
ഇതിനെ സഹായിക്കാൻ കഴിയാത്ത, ഇതിനോട് ഈ കൈയോട് ആർദ്രവ് കാണിക്കാത്ത ഒരു സന്ദർഭമുണ്ട്. എപ്പോഴെന്നറിയാമോ? നമ്മുടെ ശരീരം പാരലൈസ്ഡ് ആയി പോകുമ്പോൾ, നമ്മുടെ ശരീരം ഡയബറ്റീസോ വല്ലോ പിടിച്ച് ശരീരത്തിന് രക്തോട്ടം നിന്ന് കഴിയുമ്പോൾ, ശരീരം പാരലൈസ്ഡ് ആയി കഴിയുമ്പോൾ, ഈ കൈക്ക് പൊങ്ങണമെന്ന് താല്പര്യമുണ്ട്, ഈ കൈ പൊങ്ങത്തില്ല. ഈ കൈയെ സഹായിക്കണമെന്ന് താല്പര്യമുണ്ട്, പാരലൈസ്ഡ് ആയി പോയി. ഞാൻ പറയട്ടെ, ഇന്നത്തെ ക്രിസ്തീയ സഭകളിൽ തലയുമായി ബന്ധമില്ലാത്ത അനേകം വ്യക്തികൾ, കുടുംബങ്ങൾ, നേതൃത്വങ്ങളുണ്ട്. അവർക്ക് ഈ മനോഭാവത്തിലേക്ക് വരാൻ കഴിയാത്തത് കൊണ്ട് അവരുടെ കൈ, ആത്മീക കൈ, ആത്മീയ അവയവങ്ങൾ, ആത്മീയ നാവുകൾ, ആത്മീക ചിന്തകൾ, കണ്ണുകൾ, കാഴ്ചകൾ, മനോഭാവങ്ങൾ, പോക്കറ്റുകൾ, ഫൈനാൻസുകൾ മരവിച്ചു പോവുകയാണ് ലോകത്തിന് വേണ്ടി. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ചു നിർത്താം. 1 കൊരിന്ത്യർ 12:26-27 വായിക്കും. ഇത് പ്രൂഫ് ഇതിനകത്ത് കിടപ്പുണ്ടെന്നേ, വചനം ഇതിനകത്ത് കിടപ്പുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ അനാട്ടമി എന്ന് നോക്കിയാൽ മതി. എന്നിട്ട് പൗലോസ് പറഞ്ഞു തരുന്നു, 1 കൊരിന്ത്യർ 12 മുഴുവൻ വായിക്കണം കേട്ടോ. കൃത്യമായി ഓരോ ശരീരത്തെ ദൈവം സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശവും അതിന്റെ ഐക്യതയും അതിന്റെ പ്രവർത്തനവും അതിന്റെ ഏറ്റവും സമയലാഭത്തിന് വേണ്ടി 1 കൊരിന്ത്യർ 12:26-27 ഒന്ന് വായിച്ചു. യെസ്. ഞാൻ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ അവയവങ്ങളൊക്കെ കൂടെ കഷ്ടം അനുഭവിക്കും. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അവയവങ്ങളുമാകുന്നു. ദൈവസഭയിൽ അത്രയും മതിയല്ല, 22 മതിയാ. നാം ദൈവസഭയിലെ വേറെ വേറെ അവയവങ്ങളാണെന്ന് മനസ്സിലാകുന്നു. നമ്മുടെ തലയിലേക്ക് നോക്കിയാൽ മതി. ഇത് ക്രിസ്തുവിന്റെ സ്ഥാനത്ത്. നമ്മുടെ അവയവങ്ങൾ മുഴുവൻ ദൈവസഭയുടെ ഭാഗം, നെക്കിന് ഡൗൺ, കഴുത്തിന് താഴെ ദൈവസഭയുടെ ഭാഗമായിട്ട് വയ്ക്കുക. നമ്മുടെ ശരീരത്തിൽ തന്നെ കർത്താവ് അത് പിക്ചറൈസ് ചെയ്തിരിക്കുകയല്ലേ. ഇനി നമ്മൾ വേറെ എവിടെയും പോണോ? നമ്മൾ ഇന്ന് വായിച്ച ടെക്സ്റ്റ് എന്ന് പറയുന്നത് കൊലോസ്യ ലേഖനം 1:18. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു. നമ്മുടെ ശരീരത്തിന്റെ തലയാണ് നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാം പോകുന്ന സഭയ്ക്കകത്തെ ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ മനസ്സിനകത്തുള്ള കാര്യങ്ങളായിരിക്കണം നാം പോകുന്ന സഭയ്ക്കകത്ത് ഉണ്ടായിരിക്കേണ്ടത്. ഇല്ലെങ്കിൽ അത് ദൈവത്തിന്റെ സഭയല്ല. അവിടെ യേശുവിന്റെ മനോഭാവം, ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ്. 2, കർത്താവ് വിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് നമ്മൾ വിശുദ്ധനാകണം. അതിനുള്ള ടീച്ചിങ്സ്, പ്രസംഗം, പഠിപ്പിക്കലുകൾ മറച്ചു വെക്കരുത്, കൃത്യമായി പറയണം. 3-ാമത്തെ കാര്യം, കമ്പാഷൻ ടു ദ ലോസ്റ്റ്, നശിച്ചു പോകുന്നവർക്ക് വേണ്ടി സുവിശേഷീകരണ പ്രവൃത്തി നമ്മുടെ സഭകളിൽ ഉണ്ടാകണം. സുവിശേഷീകരണം, ഔട്ട്ഡോർ ഔട്ട്റീച്ച് മിനിസ്ട്രീസ് ചെയ്യാത്ത സഭയല്ല. നമുക്ക് കൊട്ടിപ്പാടി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അടിച്ച് അകത്ത് എൻജോയ് ചെയ്യാം, ഭിത്തിക്കകത്ത്. ബട്ട് വി നീഡ് ടു ഗോ ഔട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മരുവമലയിൽ യേശു കർത്താവ് എന്താണ് ചെയ്തത്? മരുവമലയിൽ യേശു കർത്താവിന്റെ തേജസ്സിന്റെ ശരീരമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ പത്രോസ് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നത് നല്ലത്, ഞാൻ 3 കുടിലുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? യേശു എന്താണ് പറഞ്ഞു? ഓ, ഐ അപ്രീഷിയേറ്റ് യു, ഗുഡ് ജോബ് എന്നാണ് യേശു പറഞ്ഞത്. നോ 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 നോ, നമുക്ക് ഈ കുന്നിന്റെ അടിവാരത്തിലേക്ക് പോകണം. നമുക്ക് ഇവിടെ ഇരിക്കാൻ നല്ലതാ, കംഫർട്ടാ. വി നീഡ് ടു ഗോ ഡൗൺ. കാരണം ജനങ്ങൾ ചിന്നിയവരും ചിതറിയവരുമായി, ഇടയനില്ലാത്ത ആടുകളെ പോലെ ഉഴന്നു നടക്കുന്നവർ, വേദനിക്കുന്നവർ, ബുദ്ധിമുട്ടിക്കുന്നവർ, യേശുവില്ലാത്തവർ, രോഗികൾ, മനോരോഗികൾ ഈ കുന്നിന്റെ അടിവാരത്തിലുണ്ട്. അവർ നമ്മളെ നോക്കിയിരിക്കുന്നു. നമ്മൾ വേഗം താഴേക്ക് പോകാം. നാം ചർച്ചിനകന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ നല്ലത്, അത് ശക്തി പ്രാപിപ്പാൻ, ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ. പക്ഷെ ചർച്ചിനകത്ത് ഔട്ട്റീച്ച് മിനിസ്ട്രീസ് നമ്മൾ സെറ്റപ്പ് ചെയ്യണം. അത് ശുശ്രൂഷകന്മാർ അതിനുള്ള പ്ലാൻ ചെയ്യണം, അത് പ്രസംഗിക്കണം. നശിച്ചു പോകുന്ന ആത്മാക്കളുടെ സുവിശേഷം പറയുവാൻ നമ്മുടെ ജനത്തെ ഒരുക്കിയെടുക്കേണ്ട ഉത്തരവാദിത്വമാണ് ദൈവ ലീഡേഴ്സിനുള്ളത്, ഉപദേഷ്ടാക്കന്മാരുള്ളത്, ശുശ്രൂഷകന്മാർക്കുള്ളത്. ഇത് ക്രിസ്തുവിന്റെ മനസ്സാ. അതുകൊണ്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. നാം ശുശ്രൂഷിക്കുന്ന സഭയിൽ നമ്മൾ ഒരിക്കൽ പോലും പിണക്കം ഉണ്ടാകുവാൻ നമ്മൾ അനുവദിക്കരുത്.
കുറ്റം പറച്ചിലുള്ളവരോട് ഈ വചനം ശുശ്രൂഷിച്ചാൽ മതി, ആരെ ഒന്നും പറയണ്ട. അങ്ങനെയുള്ളവര് ദൈവരാജ്യത്തെ കാണില്ല എന്ന് പ്രസംഗിക്കണം. അങ്ങനെയുള്ള വാക്കുകൾ, വചനങ്ങൾ എടുത്തു പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർ അനുഗമിക്കും, അവർ ഏറ്റുപറയും. ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ പോയ പല സമയം ഒത്തിരി കടന്നുപോയി. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു. സഭ യേശുവിന്റെ ശരീരമാണ് എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ യേശുവിന്റെ ഹൃദയത്തിലുള്ള എല്ലാം തന്നെ ശരീരമാകുന്ന സഭയിൽ വെളിപ്പെടണമല്ലോ. വെളിപ്പെടുന്നുണ്ടോ? എന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെടുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളിൽ വെളിപ്പെടുന്നുണ്ടോ? നാം പോകുന്ന സഭയിൽ വെളിപ്പെടുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ആ പാട്ട് പാടിയത്. ഉണർന്നിരിക്ക നിനയാ നേരം മേഘത്തിൽ വിളി കേൾക്കാം, ഉണരാത്തവരും ലോകക്കാരേവരും കൈവിടപ്പെടുമന്ത്യം. ആ ഗതികേട് നമുക്ക് സംഭവിക്കരുത്. നാം തന്നെ, നാമും നമ്മുടെ കുടുംബവും കർത്താവിന് വേണ്ടി യോശുവ പറഞ്ഞ പോലെ നിൽക്കണം. ഈ സത്യം അറിയാത്തവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. കഴിഞ്ഞൊരു ദിവസം കർത്താവിന് വേണ്ടി കല്ലേറേറ്റ് മരിച്ച ഒരു ചെറുപ്പക്കാരൻ ഏതോ ഗൾഫ് നാടുകളിൽ എവിടെയുണ്ട്, എവിടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സ്ഥലം വിട്ടിട്ടില്ല. തന്റെ ജീവനാണ് കൊടുത്തത്. അനേകർ കർത്താവിനെ സ്നേഹിക്കുന്നു. കർത്താവ് തന്റെ ജീവനാണ് നമുക്ക് വേണ്ടി തന്നത്. അതുകൊണ്ട് ഇനി ഉഴപ്പിയടിച്ച് ജീവിക്കുവാൻ, ഈ ലോകത്തിന്റെ ആഡംബരമടിച്ച് ജീവിക്കാൻ സമയമില്ല. നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കഴിവ് കൊണ്ടല്ല. കർത്താവേ, അങ്ങയുടെ മനസ്സ് എന്റെ ഹൃദയത്തിൽ, അങ്ങയുടെ സ്വഭാവം എന്റെ ഹൃദയത്തിൽ, അങ്ങ് പ്രതീക്ഷിക്കുന്ന വിശുദ്ധ ജീവിതം എന്റെ ജീവിതത്തിൽ. മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ എന്നെ ഏൽപ്പിക്കുന്നു. എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞാനിപ്പോൾ അതാത് സമയങ്ങൾ ഞാൻ അവസാന സാധനം സമർപ്പിക്കാനുള്ളവർക്ക് അവസാന വാക്ക് പറയാറുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം സമയത്ത് പോയതുകൊണ്ട് പെട്ടെന്ന് പ്രാർത്ഥിച്ചിറങ്ങുകയാണ്. ഈ വചനത്തിന് ഭാഗം സമർപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ ചെയ്യാം. എനിക്ക് ആരെയും കാണത്തില്ല, പക്ഷേ നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ അതാത് സ്ഥലങ്ങൾ ഉയർത്തിപ്പിടിക്കാം. എനിക്ക് കാണത്തില്ല, പക്ഷെ കർത്താവിന് കാണാം. നിങ്ങൾ ഏത് സ്റ്റേറ്റിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എവിടെയും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഞാനീ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും അതിന് കൂടെ സഹകരിക്കുന്നുവെങ്കിൽ, ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ ചെയ്യും. ഇപ്പോൾ ചെയ്യാം. സോഷ്യൽ മീഡിയ ഉള്ളവർക്കും ഐ നീഡ് യുവർ പ്രയർ എന്ന് പറഞ്ഞാൽ മതി. ഐ വിൽ പ്രേ ഫോർ യു, ഐ ആം ബ്ലെസ്സിംഗ് യു, ഐ വിൽ റീച്ച് ഔട്ട് വിത്ത് യു. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, ഈ വചനം ഇന്ന് പകൽക്കാലം ഐശ്വര്യമായി പ്രസ്താവിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവേ, പിതാവായ ദൈവമേ, യേശു കർത്താവേ, അങ്ങയ്ക്ക് നന്ദി. ഈ പറയപ്പെട്ട വചനം ദൈവസഭ ഒരുങ്ങുന്നതിന് വേണ്ടിയാണ്, ഉണർത്തപ്പെടുന്നതിന് വേണ്ടിയാണ്. കർത്താവ് തന്ന വചനം എളിയവൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ജനം ഇത് കേട്ടിട്ട് ഈ വചനത്തിൻപാകെ സമർപ്പിച്ചിട്ടുള്ള അനേകരെ ഞാൻ എന്റെ വിശ്വാസ കണ്ണുകളാൽ കാണുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനേകർ ഈ വചനം കണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഇത് റെക്കോർഡഡ് മെസ്സേജ് ശ്രദ്ധിക്കുമ്പോഴും അവർ ഈ പ്രാർത്ഥനയിൽ സഹകരിച്ച് അവരുടെ ജീവിതത്തെ സമർപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ലൈവായിട്ട് അനേകർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തുമുള്ളവർ ഇപ്പോൾ അവരുടെ ജീവിതത്തെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവരുടെ കരങ്ങളെ കാണണമേ. അവർ കണ്ണടച്ച് അവരുടെ കരങ്ങൾ ദൈവസ്ഥലിലേക്ക് ഉയർത്തി ദൈവത്തിന്റെ സന്നിധി അവരുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ കർത്താവേ, അവരുടെ ജീവിതത്തിൽ യേശുവിന്റെ മനോഭാവം ഉണ്ടാകട്ടെ. കർത്താവ് പ്രതീക്ഷിക്കുന്ന വിശുദ്ധ ജീവിതം അവർക്കുണ്ടാകട്ടെ. കർത്താവേ, മറ്റുള്ളവരോട് ആർദ്രവും മനസ്സലിവും കനിവും ഉണ്ടാകട്ടെ. ആരോട് പിണങ്ങിയിരിക്കാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന, കരുതുന്ന യേശുവിന്റെ ഹൃദയം എല്ലാവർക്കും കൊടുക്കണമേ. എല്ലായിടത്തും ഐക്യത സൂക്ഷിപ്പാൻ കൃപ ചെയ്യണമേ. വിദ്വേഷമല്ല, പകയല്ല, കുറ്റം പറച്ചിലല്ല, പിണക്കമല്ല, വാശിയല്ല, വഴക്കല്ല, അവകളെല്ലാം വിട്ട് ഐക്യത എങ്ങനെയാണോ തലയോട് ശരീരം ചേർന്നിരിക്കുന്നത്, കൈകാലുകൾ ചേർന്നിരിക്കുന്നത്, അതുപോലെ ഞങ്ങൾ ദൈവസഭയ്ക്കകത്തും എല്ലാവരോട് ചേർന്നിരിക്കുന്ന അനുകമ്പയുള്ള, കരുണയുള്ള, ഐക്യതയുള്ള, താഴ്മയുള്ള, ഒരു സൗമ്യതയുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ. അതിനായി എന്നെ ഏൽപ്പിക്കുന്നു, ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഇന്നത്തെ പ്രളയം ലീഡ് ചെയ്ത ദേവദാസിക്കായി സ്തോത്രം. അറ്റൻഡ് ചെയ്തെല്ലാവർക്കായി സ്തോത്രം. രോഗികളെ കർത്താവ് സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു പ്രത്യേക അനുഗ്രഹം, ദൈവത്തിന്റെ ശക്തി ഈ വചനത്തിന്റെ മുമ്പാകെ പ്രതിഷ്ഠിക്കുന്ന എല്ലാവരുടെ മേലും അയക്കണമേ. യേശുവിന്റെ നാമത്തിൽ അതിപ്പോൾ സംഭവിക്കട്ടെ.
അത് അവരുടെ ശരീരത്തിലും ആത്മാവിലും മനസ്സിലും സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർത്താൻ. ഗോഡ് ബ്ലസ് യു. ബൈ. താങ്ക് യു. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ഞങ്ങളോട് അറിയിച്ചു.